ചേന്നമംഗലത്ത് നടന്ന അരുംകൊല പ്രതി എപ്പോഴും രക്ഷപ്പെടാറുള്ളത് മെൻ്റൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട്. എന്തെങ്കിലും പ്രശ്നമായാൽ അമ്മ ഉടനെ സർട്ടിഫിക്കറ്റുമായി അവിടെ എത്തുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആദ്യം ചെറിയ മോഷണങ്ങളിലൂടെയാണ് ഋതു ജയൻ എന്ന് പറയുന്ന യുവാവ് നാട്ടുകാർക്ക് മുഴുവൻ ഒരു പൊതുശല്യമായി മാറി. എപ്പോഴും കയ്യിൽ പൈപ്പ് വടിയുമായി നടന്നുകൊണ്ടിരിക്കും. ഒട്ടേറെ ആക്രമണ കേസുകളും മോഷണ കേസുകളുമെല്ലാം ഇയാളുടെ പേരിൽ നേരത്തെ തന്നെയുണ്ട്. പക്ഷേ ആരോട് ചോദിക്കുകയാണെങ്കിലും വളരെ മാന്യനാണെന്നേ പറയുകയുള്ളൂ. കാരണം തന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അയാളെയും ആക്രമിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ ഭയത്താൽ മാന്യനായ യുവാവ് എന്നാണത്രേ ഋതു ജയനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മകൻ്റെ എല്ലാ കൊള്ളരുതായ്മക്കും ഈ അമ്മ കൂട്ടുനിൽക്കുമത്രേ. അവൻ ഏതൊരു സ്ഥലത്ത് പ്രശ്നമുണ്ടായാലും പോലീസ് കസ്റ്റഡിയിലെടുത്താലും അവിടെ സർട്ടിഫിക്കറ്റുമായി എൻ്റെ മകൻ അസുഖബാധിതനാണ്, അവൻ മാനസിക രോഗിയാണെന്നുള്ള വാദവുമായി അമ്മ അവിടെ എത്തുമെന്ന്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ ആരുടെയും നോട്ടത്തിൽ അവന് യാതൊരു രോഗമുള്ളതായും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഒളിഞ്ഞു നോട്ടം, അയൽവാസികളുടെ വീട്ടിലേക്ക് കല്ലെടുത്തെറിയുക, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് ഇയാളുടെ പതിവ് ഹോബി. മാനസിക രോഗി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവനെ ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി കിടത്തുന്നതല്ലേ ഏറ്റവും നല്ലത്. ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഇവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിൽ മയക്കി കിടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ ക്രൂരനായ ചെറുപ്പക്കാർ കൊന്നത്. ചേന്നമംഗലം പേരേപ്പാടം പ്രദേശവാസികൾ പേരേപ്പാടം കാട്ടിൽപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മക്കൾ വിനീഷ എന്നിവരെയാണ് അയൽവാസി ഋതു ജയൻ ഇന്നലെ വൈകിട്ട് കൊന്നത്. 2 ദിവസം മുമ്പ് ഗൾഫിൽ നിന്നെത്തിയ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ ലക്ഷ്യം വെച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഭാര്യയായ അനീഷയും അനീഷയുടെ അച്ഛനും അമ്മയുമായ വേണുവും ഭാര്യ ഉഷയും അത് തടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരെയും ആക്രമിച്ചതെന്നും ഇവർ 3 പേരും മരണപ്പെട്ടു. വിനീഷയുടെ ഭർത്താവായ ജിതിൻ ബോസ് എന്ന് പറയുന്ന യുവാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവനെപ്പോലെയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? കേസ് നൽകിയാലും പോലീസ് യാതൊരു നടപടിയും ഇവൻ്റെ മേൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവൻ്റെ ശല്യത്തിനാൽ തന്നെ ഇവൻ്റെ അയൽവാസികളുടെ വീട്ടിലെല്ലാം CCTV ക്യാമറ സ്ഥാപിക്കേണ്ട അവസ്ഥ അവർക്കെല്ലാം വന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്തെന്നാൽ ഇത്തരത്തിൽ ഇവനല്ല ഇവനെപ്പോലെയും ഇനിയും ഇതുപോലെയുള്ള പല ചെറുപ്പക്കാരും ഉണ്ടാകും. അവരെയൊന്നും അങ്ങനെ അങ്ങ് കെട്ടയച്ച് വിടാൻ പാടില്ല. നാട്ടിലെ ജനങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ഒത്തൊരുമിക്കണം. ഇത്തരക്കാർക്ക് നല്ല താക്കീത് നൽകണം. അതിനും അവർ വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു നൽകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ദാരുണമായ കൊലപാതകങ്ങൾ നമ്മൾ ഇനിയും ഏറെ കാണേണ്ടി വരും. ഇവർ കാപ്പ ചുമത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർമാർ. പിന്നെ അതൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവരുടെ ശല്യം ശല്യമായി അവർ പരാതി കൊടുത്ത് ജിതിനും കുടുംബത്തിനായിട്ട് ശല്യം. അവരെ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഭാഗമൊക്കെ പീസൊക്കെ പോയി. അത് കേസായി. എന്നാൽ അവർ പേസ് കൊടുത്തപ്പോൾ അവൻ്റെ പേര് വെച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പെങ്കൊച്ചിനെ കൂടി അപവാദം പറിച്ചു തുടങ്ങിയപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ പരാതി കൊടുത്തു. അന്ന് ഇവരെ വിളിച്ചോണ്ടേ പോലീസ്. ഇവരെ വിളിച്ചോണ്ട് അന്ന് തീർപ്പാക്കി വിട്ടാണ് സംഭവം. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സാറമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സർട്ടിഫിക്കറ്റ് അമ്മ ഹാജരാക്കും. മെൻ്റൽ സർട്ടിഫിക്കറ്റ് മെൻ്റലിലെ അതിന് തലക്ക് മെൻ്റലെന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. അത് കാരണം ഇത്ര കാലം പിടിച്ചത്. അങ്ങനത്തെ യാതൊരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അവന് ഈ രണ്ടടിക്കുമ്പോൾ വെള്ളം വീട്ടിൽ കൊടുന്നൊക്കെ മദ്യപിക്കാറുണ്ട്. ഒക്കെ വീട്ടിലാണ് അവൻ ചെയ്യുന്നത് കൂടുതലും. പിന്നെ അയൽവക്കക്കാരുടെ ശല്യം ഞങ്ങൾ ഈ 3 വീട്ടുകാരുടെ ശല്യമുള്ളൂ. ഞങ്ങൾ പുതിയ വീട്ടുകാരാണ് പറഞ്ഞിട്ടുള്ള ശല്യം.